ഇപ്രാവശ്യത്തെ ചൂട് എങ്ങനെയുണ്ട് മാഷെ? അടിപൊളിയല്ലേ? അപ്പൊ ഈ ചൂടില് ന്യൂ ബോൺസ് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എടുക്കേണ്ട ഒരുപാട് പ്രിക്കോഷൻസ് ഉണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഒന്ന്, നിങ്ങൾ കഴിയുന്നത്ര ആ കുട്ടികൾക്ക് എയറി, വെന്റിലേറ്റഡ് 100% കോട്ടൺ ഫാബ്രിക്സ് ഉള്ള ക്ലോത്ത് മാത്രം ഉപയോഗിക്കാൻ നോക്കുക. അത് കുറച്ച് ലൂസ് ഫിറ്റും കൂടെ ആണെങ്കിൽ അത് അത്രയും ബെറ്റർ. കഴിയുന്നത്ര ലൈറ്റർ ഷെയ്ഡ്സ് യൂസ് ചെയ്യാൻ നോക്കണം. വൈറ്റ്, പീൽ പിങ്ക്, യെലോസ്, ബ്ലൂസ് അങ്ങനത്തേക്ക് ഡാർക്കർ ടോൺസിൽ ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട്. അറ്റ് ഓൾ ടൈംസ് അവർ കിടക്കുന്ന റൂം വെന്റിലേറ്റഡ് ആക്കാൻ നോക്കണം. ഫ്രഷ് എയർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവണം. എ സി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ എക്സ്ട്രീം ഹീറ്റിൽ നിന്ന് പെട്ടെന്ന് ആ കുട്ടീനെ എ സിയിലേക്ക് കൊണ്ടുവരരുത്. കഴിയുന്നത്ര ചൂടൊന്ന് കുറച്ച് കൂളാക്കി ഫാനിന്റെ അടിയിലോ മറ്റോ കൂളാക്കിയിട്ട് എ സിയിൽ ഇരുത്താൻ പാടും. എ സിനെയും കൂടുതൽ എഫക്ട് ചെയ്യാറ് കുട്ടികളെ സാധാരണ ഫാനാണ്. നിങ്ങൾ ഭയങ്കര ചൂടല്ലെന്ന് വെച്ചിട്ട് ഫാനിന്റെ ഡയറക്റ്റ് താഴെ കുട്ടികളെ കിടത്തുമ്പം അവർക്ക് മൂക്കടപ്പ്, ജലദോഷം അങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടാൻ ചാൻസ് ഉണ്ട്. സ്പെഷ്യലി ഡസ്റ്റ് അലർജി അങ്ങനത്തെയും കൂടെ ഉള്ള കുട്ടികളാണെങ്കിൽ പറയാൻ വേണ്ട. എന്റെ 6 months തന്നെ സൺബ്ലോക്ക് ഇടാനുള്ള പ്രായമല്ല. അതുകൊണ്ട് എക്സ്ട്രീം ഹീറ്റ് ആൻഡ് സൺ എപ്പോഴും അവർക്ക് അവോയ്ഡ് ചെയ്യാൻ നോക്കണം. ഇനി എങ്ങാനും നിങ്ങൾക്ക് പുറത്ത് പോവേണ്ടി വരുവാണെങ്കിൽ അവർക്കൊരു സൺ ഹാറ്റ്സ് ഇങ്ങനെ ബ്രിമൊക്കെ താഴെയിട്ടുള്ള ഇട്ട് കൊടുക്കാൻ നോക്കണം. ഡെയിലി അവരെ കുളിപ്പിക്കണം. ഓയിൽ ഇട്ടു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, പക്ഷെ എണ്ണ അധികം നിർത്താതിരിക്കാൻ നോക്കും. അത് പിന്നെയും തല വേർക്കാൻ ചാൻസസ് ഉണ്ട്. 6 months താഴെയുള്ള കുട്ടികളാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് അല്ലെങ്കിൽ ഫോർമുലയിലായിരിക്കും. അതിന്റെ ഫ്രീക്വൻസി കൂട്ടിയാൽ മതി. നിങ്ങൾ അറ്റ് ഓൾ ടൈംസ് അവർ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ. 6 months മുകളിലുള്ള കുട്ടികളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേശ്ശെ വെള്ളം കൊടുക്കാം. ഓവർ കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് അവർ അപ്പോഴും ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുലയിലാണ്. നിങ്ങൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കൊടുക്കുന്നവരാണെങ്കിൽ ക്യൂക്കമ്പർ, വാട്ടർമെലൺ അങ്ങനെ വാട്ടറി ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് കൊടുക്കാൻ നോക്കാം. ജ്യൂസസ് അറ്റ് ഓൾ ടൈംസ് അവോയ്ഡ് ചെയ്യാൻ നോക്കണം. നത്തിങ് ഷുഗറി അറ്റ് ഓൾ. പരിപാടി ആയാലും കല്യാണം ആയാലും സദ്യ ആയാലും എന്ത് തന്നെ ആയാലും ആ കുട്ടികൾക്ക് ഫാൻസി ക്ലോത്ത്സ് അവോയ്ഡ് ചെയ്യും. കഴിയുന്നത്ര അവർ ഓവർ ഫംഗ്ഷൻസിലേക്ക് ഒന്നും കൊണ്ടുപോകാതിരിക്കണം. ഭയങ്കര ക്രൗഡും ചൂടും നാച്ചുറലി അവർക്ക് ക്രാങ്കിനെസ് കൂടും. അവർ പോട്ടെ, നമ്മൾ പോലും ഭയങ്കര ക്രാങ്കി ആവുന്ന സീസൺ ആയിപ്പോൾ. ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഹൈഡ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് സ്റ്റേ ഹൈഡ്രേറ്റഡ്.